അങ്ങനെ എല്ലാവരും ഹിരണ്യകശിപുവിനെ പേടിച്ച് ഹിരണ്യകശിപുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഹിരണ്യകശിപുവിന്റെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ മഹാവിഷ്ണു ഭക്തനായിരുന്നു. അപ്പം പ്രഹ്ലാദനെ കൊല്ലാൻ ഹിരണ്യകശിപു തീരുമാനിച്ചു. അങ്ങനെ അനിയത്തിയായിട്ടുള്ള ഹോളിക്കയോട് പറഞ്ഞു. ഹോളിക്കയുടെ അടുത്തൊരു മാജിക് ക്ലോത്ത് ഉണ്ടായിരുന്നു. ഇത് തീ പിടിക്കാത്തൊരു ക്ലോത്ത്. അങ്ങനെ ഒരു തീ പ്രിപ്പയർ ചെയ്ത് ഹോളിക്ക എന്ത് ചെയ്തു, ഈ ഒരു തുണി പൊതഞ്ഞിട്ട് പ്രഹ്ലാദനോട് മടിയിൽ വന്നിരിക്കാൻ പറഞ്ഞു. പ്രഹ്ലാദൻ വന്നിരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് മഹാവിഷ്ണുവിന്റെ മാജിക് കൊണ്ട് ഈ ക്ലോത്ത് പ്രഹ്ലാദനെ ചുറ്റി. അങ്ങനെ ഹോളിക്ക വെന്ത് മരിച്ചു. അന്നാണ് നമ്മൾ ഹോളി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഹോളിക്ക മരിച്ച ദേഷ്യത്തിന് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടെ നിന്റെ മഹാവിഷ്ണു എന്ന് ചോദിച്ചു. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, മഹാവിഷ്ണു എല്ലാവടെയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പില്ലറിനെ കാണിച്ച് ചോദിച്ചു, എവിടെയുണ്ടോ നിന്റെ മഹാവിഷ്ണു എന്ന് ചോദിച്ചു. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, ഉണ്ട്. അപ്പൊ ദേഷ്യത്തോടെ ഗതേനെ കൊണ്ട് ആ ഒരു പില്ലർ പൊട്ടിച്ചു. പുറത്തു വന്ന അലറലോടെ ഒരു നരസിംഹാവതാരം, അതായത് പകുതി സിംഹവും പകുതി മനുഷ്യനും. അങ്ങനെ ഹിരണ്യകശിപുവിനെ എടുത്ത് സന്ധ്യാസമയത്ത് 2 റൂമിന്റെ ഇടയ്ക്കുള്ള പടിയുമിലിരുന്ന് മടിയിൽ വെച്ച് നഖം കൊണ്ട് പൊളർന്ന് കൊന്നു എന്നാ പറയുന്നത്. ഉഗ്രദേശത്തിലുള്ള നരസിംഹത്തിന്റെ ദേഷ്യം കുറക്കാൻ പ്രഹ്ലാദന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ.